അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ നിസ്കരിക്കാൻ വേണ്ടിയും മറ്റും വുളൂ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. വുളൂഇന് നിയ്യത്ത് വെക്കേണ്ടത്, വുളൂഇൻ്റെ 6 ഫർളുകളിൽ ഒന്നാമത്തെ ഫർള് നിയ്യത്താണല്ലോ. ആ നിയ്യത്ത് വെക്കേണ്ടത് മുഖം കഴുകുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ മുഖം കഴുകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്ന കുറേ സുന്നത്തുകളുണ്ട്. ഒന്ന് മുൻകൈ കഴുകലാണ്. മറ്റൊന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറ. ഇത് മുൻകൈ കഴുകുമ്പോൾ പറയലാണ്. രണ്ടാമത്തത് മിസ്വാക്ക് ചെയ്യലാണ്, ബ്രഷ് ചെയ്യുക. മൂന്നാമത്തത് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുക. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നിയ്യത്ത് വെച്ചുകൊണ്ട് മുഖം കഴുകുന്നത്. അതുകൊണ്ട് തന്നെ ആ നിയ്യത്ത് വെച്ചതോടെ നമ്മൾ ഉറുവിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ അതിന് മുമ്പ് ഉറുവിന് മുന്നോടിയായി ചെയ്ത അമലുകൾക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, അമലുകൾ സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തുകളെ കൊണ്ടാണ് എന്നാണല്ലോ ശാഫിഈ മദ്ഹബ്. അതനുസരിച്ച് നമ്മൾ മുൻകൈ കഴുകുമ്പോൾ തന്നെ, മുൻകൈ കഴുകുമ്പോൾ ചൊല്ലേണ്ട ദിക്റുണ്ട്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ആ ദിക്ർ ഇങ്ങനെ ചൊല്ലണം. അതോടൊപ്പം മുൻകൈ ഇങ്ങനെ കഴുകണം. അപ്പോൾ തന്നെ മനസ്സിൽ വുളൂഇൻ്റെ സുന്നത്തുകളെ ഞാൻ വീട്ടുന്നു എന്നൊരു നിയ്യത്ത് വെക്കണം. ആ നിയ്യത്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ വുളൂഇൻ്റെ നിയ്യത്ത് വെക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന സുന്നത്തുകൾക്കൊന്നും പ്രതിഫലം ഉണ്ടാവില്ല. മുൻകൈ കഴിയുമ്പോൾ, അത് പലർക്കും അറിയില്ല, മുൻകൈ കഴിയുമ്പോൾ വുളൂഇൻ്റെ സുന്നത്തുകളെ ഞാൻ വീട്ടുന്നു എന്ന് മനസ്സിൽ കരുതുകയും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ദിക്ർ ഉരുവിടുകയും മുൻകൈ കഴുകുകയും വേണം. മുൻകൈ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇവിടെ നിന്നിട്ടുള്ള ഭാഗമാണ് മുൻകൈ, അത് മുഴുവൻ കഴുകണം. അത് കഴിഞ്ഞ് പിന്നെ വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. വുളൂഇൻ്റെ ഫർളല്ല, വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. നിസ്കാരത്തെ ഹലാലാക്കുവാൻ വേണ്ടി വുളൂ എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു. ചെറിയ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു, നിസ്കാരത്തെ ഞാൻ ഹലാലാക്കുന്നു. ഇങ്ങനെ തുടങ്ങി ഞാൻ വുളൂ ചെയ്യുന്നു. ഇതൊക്കെ നിയ്യത്തൊക്കെ. നിയ്യത്ത് വെച്ചുകൊണ്ട് ഉടനെ മുഖം കഴുകുക. പിന്നെ സമയം താമസിക്കാൻ പാടില്ല. മുഖം കഴുകിനോട് അന്വയിച്ചുകൊണ്ട്, നിയ്യത്തിനോട് അന്വയിച്ചുകൊണ്ട് മുഖം കഴുകുക. അങ്ങനെ പറയാറുണ്ട്. അന്വയിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം ഒപ്പം തന്നെ. അങ്ങനെ മുഖം കഴുകി പിന്നെ മുഖം കഴുകുമ്പോൾ നമ്മൾ ഒരു ചെവിക്കുറ്റി മുതൽ മറ്റേ ചെവിക്കുറ്റി വരെയും, തലയിൽ നിന്ന് മുടി മുളക്കുന്ന ഭാഗം മുതൽ താടിയെല്ലിൻ്റെ താഴ്വറ്റം വരെയും ഉള്ള മുഴുവൻ ഭാഗവും, താടി ഉണ്ടെങ്കിൽ താടിയും മീശയൊക്കെ അതിനുള്ളിലേക്ക് വെള്ളത്തുന്ന രൂപത്തിൽ തടവായി കഴുകണം. അതുപോലെ പീലക്കുഴി ശ്രദ്ധിക്കണം, ഇവിടെ വെള്ളത്തിൽ നോക്കണം. അത് കഴിഞ്ഞ് മുൻകൈ കഴുകുമ്പോൾ നമ്മൾ ഈ ടാപ്പ് എന്നൊക്കെ ഒതുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേ കഴുകും. സത്യത്തിൽ ഇതും ആ ഭാഗത്തെപ്പെട്ട മുൻകൈയല്ല, കൈ രണ്ടും മുട്ടുൾപ്പെടെ കഴുകുക ഇതിൽ പെട്ടതാണ് ഈ ഭാഗവും. ഇനി ഇങ്ങനെ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ചൊരിച്ചാൽ ചിലപ്പോൾ ഈ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. ഈ ഭാഗം നനഞ്ഞൊന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിന്നെ കൈ ഇങ്ങനെ നടത്തുന്ന സുന്നത്തുണ്ട്. പിന്നെ ഇങ്ങനെ കട്ടല്ല, ഇവിടുന്ന് ഇങ്ങോട്ട് മേലെ നിന്ന് അടിക്ക് കഴുകലാണ് പൂർണ്ണമായ രൂപം. അപ്പോൾ ടാപ്പിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ പിടിച്ചെടുക്കുക, അല്ല ഇങ്ങനെ പിടിക്കില്ല, നമ്മൾ സാധാരണ ഇങ്ങനെ പിടിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ മുട്ട് നനഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പെടുത്തും. മുട്ട് ഉൾപ്പെടെയാണ്, മുട്ട് വരെയല്ല, മുട്ട് ഉൾപ്പെടെ കഴുകണം, തടവല്ല കേട്ടോ. അത് വലത്തെ കൈ ആദ്യം, പിന്നെ ഇടത്തെ കൈ, പിന്നെ തല തടവുക. തല തടവിൽ നമ്മളെ മദ്ഹബിൽ നിർബന്ധമായ രൂപം തലയിൽ നിന്ന് അല്പം തടവല. തലയിൽ നിന്ന് അല്പം തടവ. തലയിൽ നിന്ന് ഇങ്ങനെ തൂങ്ങിയ മുടിയുണ്ട്, അതിൻ്റെ തലപ്പത്തിൽ തടവ ശരിയാവില്ല. തലയുടെ പരിധിയിൽപ്പെട്ട മുടി അത് തടവണം. അപ്പോൾ അതിൻ്റെ പൂർണ്ണമായ രൂപം രണ്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് വെള്ളം എടുത്തിട്ട് തല കഴുകലല്ല, തല തടവലാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി അല്ലെങ്കിൽ ടാപ്പിൽ നിന്ന് നനച്ച് പിന്നെ ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോവുക, ഇങ്ങനെ അങ്ങോട്ടും കൊണ്ടുപോവുക. പിന്നെ ആണുങ്ങളുടെ മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്ന മുടിയാണ്ട് തിരിച്ചിങ്ങോട്ടും കൊണ്ടുവരിക. പെണ്ണുങ്ങളുടെ മുടി പിന്നെ എങ്ങനെ പോയാൽ പിന്നെ ഇങ്ങോട്ട് മറിയില്ലല്ലോ, നിങ്ങളുടെ മുടിയിലേക്ക്. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുപോവുക, ഇങ്ങനെ കൊണ്ടുവരിക. അങ്ങനെ 3 തവണ. അതാണ് പൂർണ്ണമായ രൂപം.
ഇനി സുന്നത്തിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ തലയുടെ 4 ഭാഗമെങ്കിലും തടവണം. റുബ്, അത് ഹനഫി മദ്ഹബിൽ റുബ് തടവൽ നിർബന്ധമാണ്. മലിക് മദ്ഹബിൽ മുഴുവൻ തടവൽ നിർബന്ധമാണ്. അപ്പോൾ അവരുടെയൊക്കെ മദ്ഹബിൻ്റെ ആ ഒരു അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് ഇത്രയൊക്കെ നമ്മൾ ചെയ്യേണ്ടത്. തലേന്ന് അല്പം തടവിയാലും നമ്മളെ മദ്ഹബ് അനുസരിച്ച് തല തടവൽ പൂർത്തിയായി. അത് കഴിഞ്ഞാൽ പിന്നെ ചെവി തടവലാണ്. ചെവിയുടെ ഉള്ളും പുറവും, ഈ കൈ തള്ളവിരൽ പുറത്തും മറ്റതുള്ളിലും വെച്ച് ഇങ്ങനെ ഉള്ളും പുറവും മൊത്തം തടവുക. രണ്ടും ഒന്നിച്ച തടവുണ്ട്. അത് കഴിഞ്ഞാൽ കാല് കഴുകണം. ഇതുപോലെ തന്നെ ഇവിടുന്ന് കാലല്ല കേട്ടോ, വിരലിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ താഴോട്ടാണ് കഴുകേണ്ടത്. ആദ്യം ഇടത്തേക്കാല് ആദ്യം വലത്തേക്കാല് കഴുകുമ്പോൾ ഇടത്തെ കൈയിൻ്റെ ഈ ചെറുവിരൽ കൊണ്ട് ഇങ്ങനെ വിരലിൻ്റെ അടിയിൽ, കാലിൻ്റെ വിരലിൻ്റെ അടിയിൽ ഇങ്ങനെ ചെറുവിരൽ മുതൽക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. അതാണ് തിക്ക് അകറ്റാറുള്ളത്. വലത്തുകാലിൻ്റെ ഇടത് കാലിൻ്റെ തള്ളവിരൽ തുടങ്ങുന്നുണ്ട്. തള്ളവിരൽ മുതൽ ഇങ്ങനെ അവസാനം വരെ അടിയിൽ നിന്ന് ഇങ്ങോട്ട്, മേലെ അങ്ങോട്ടല്ല, നമ്മൾ ഇങ്ങനെ ആക്കും. തിക്കകറ്റിൽ പിന്നെ തൊട്ടും. തിക്കകറ്റിൻ്റെ പൂർണ്ണമായ രൂപം ഈ ചെറുവിരൽ കൊണ്ട്, ഇടത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് വലത് കാലിൻ്റെ ചെറുവിരൽ മുതൽ ഇങ്ങനെ അടിഭാഗത്ത് മേലോട്ട്, പിന്നെ ആ കാല് കഴിഞ്ഞ് ഈ കാല് കഴിക്കുമ്പോൾ തള്ളവിരൽ മുതൽ ഇങ്ങോട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ തിക്കകറ്റിലാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. അത് കഴിഞ്ഞിട്ട് ഖിബിലക്ക് തിരിഞ്ഞ് നിന്ന് 2 കണ്ണും കയ്യും മേൽപോട്ട് ഉയർത്തി, കാല് ഉയർത്തണ്ട കേട്ടോ. അങ്ങനെ ദുആ ചെയ്യണം. എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുത്തത്വഹീന വജഅൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി വസല്ലം, അല്ലെങ്കിൽ വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ എന്ന് പറഞ്ഞ് ദുആ ചെയ്യലും വുളൂഇൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് വുളൂ ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ട് ഇവിടെ അയക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.